താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവന 1, 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. 2, 1500 പെഡ്രോ അൽവാറസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിൽ എത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻ സി, ഡച്ചുകാർ. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറിക് വാൻ റീഡ്. മാമാങ്കം കിളിപ്പാട്ട്, കാടഞ്ചേരി നമ്പൂതിരി. പെരുമാൾ തിരുമൊഴി, കുലശേഖര ആൾവാർ. തുഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. ആൻസർ ഓപ്ഷൻ എ. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 1, ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. 3, KR ഗൗരിയമ്മയായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി, അക്ബർ. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ഓപ്ഷൻ ബി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി. ആദ്യം ബംഗാൾ വിഭജനം, അടുത്ത റൗലറ്റ് ആക്ട്, നെഹ്റു റിപ്പോർട്ട്, ഗാന്ധി ഇർവിൻ പാക്ട്. ഇരുപതിന പരിപാടികൾ കൊണ്ടുവന്നതാര്? ആൻസർ ഓപ്ഷൻ എ, ഇന്ദിരാഗാന്ധി. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്റ്റാമ്പ് നിയമം, അമേരിക്കൻ വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. ബിൽ ഓഫ് റൈറ്റ്സ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ബ്രെസ്റ്റ് ലിറ്റോവ്സ് ഉടമ്പടി, റഷ്യൻ വിപ്ലവം. താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം മാത്രം. 1, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. 3, വിൻസ്റ്റൺ ചർച്ചിൽ. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? ഓപ്ഷൻ സി, നദികളുടെ നിക്ഷേപം. ഒരു ട്രോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓപ്ഷൻ ബി, തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുള്ളുവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? ഓപ്ഷൻ സി, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ഓപ്ഷൻ ബി, ഉഷ്ണമേഖലാ മഴക്കാടുകൾ.
പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? ഓപ്ഷൻ എ നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി വരുമാന അസമത്വം വർദ്ധിപ്പിക്കുന്നു. ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ സി ദ്രവ്യത വർദ്ധിപ്പിക്കൽ. GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? ഓപ്ഷൻ സി HDI. 20ാമത്തെ ക്വസ്റ്റ്യൻ വാദം എ. നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. കാരണം പ്രസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. ആൻസർ ഓപ്ഷൻ സി എ ശരിയാണ്, പക്ഷേ ആർ തെറ്റാണ്. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ സി 2005. കേന്ദ്ര സംസ്ഥാന തർക്ക തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ്? ഓപ്ഷൻ സി ഉപദേശക അധികാര പരിധി. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? ഓപ്ഷൻ എ 6 മാസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഉൾപ്പെടാത്തത്. മൗലിക കടമകളിൽ ഉൾപ്പെടുന്നവ 1, 2, 3 എന്നിവയാണ്. 1. ഇന്ത്യൻ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 2. പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. 3. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവവും വികസിപ്പിക്കുക. 27ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഭാഗം 20. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഓപ്ഷൻ ബി 52ാം ഭേദഗതി. താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഓപ്ഷൻ എ ലോക്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967. 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 40. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏത്? ഓപ്ഷൻ എ വർത്തമാന പുസ്തകം. ദ്വിതീയ അക്ഷരാഭ്യാസം നിശ്ശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി മേഘദൂതം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? ഓപ്ഷൻ സി ഗജേന്ദ്രമോക്ഷം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? ഓപ്ഷൻ ഡി വള്ളത്തോൾ.
എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി. ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്. രണ്ടാം മൂഴം എം ടി വാസുദേവൻ നായർ. ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാട്. കയർ തകഴി. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. ഓപ്ഷൻ എ രാജ്യസമാചാരം. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകം ഏതാണ്? ഓപ്ഷൻ സി കാറൽ മാർക്സ് ചരിത്രം. ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഗോൾഫ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ബി എബ്രാഹിം റീഡ്. (2028) സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ്. CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി. താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്ഷൻ ബി ലിനക്സ്. ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യൽ. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി വകുപ്പ് 67. മൊൺട്രിയാൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. 2. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. 3. 1987 ഒപ്പിട്ടു. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1 ക്ലോറോഫ്ലൂറോ കാർബൺ നൈട്രസ് ഓക്സൈഡ്. 2 നൈട്രസ് ഓക്സൈഡ്. ജൈവ വൈവിധ്യത്തിൽ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികൾ ആണ്? ഓപ്ഷൻ സി 3ഉം 4ഉം മാത്രം. 3 നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും. 4 നാഷണൽ പാർക്കുകളും സാങ്ച്വറികളും. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത്? തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. പ്ലാസ്റ്റിക്കും മൈക്രോപ്ലാസ്റ്റിക്കും. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2. 1 ഫോസ്ഫറസ്, 2 നൈട്രജൻ.